ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ സരയ് ജ്യൂസൊക്കെ ഇട്ട് അടുക്കളയിൽ നിന്ന് വരികയാണ്. അപ്പോഴേക്കും കാറിൽ ഷാരിയും വന്നിറങ്ങി. ജ്യൂസും കൊണ്ട് സരയു ആ സോഫയിലിരിക്കുക. ഈ സമയം ഷാരിയെ കണ്ടതും നമ്മുടെ സരയു ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കണം. അപ്പോൾ ഷാരി അകത്തേക്ക് വന്നു. നല്ല ആളാണ്, എനിക്കിവിടെ ഒരു ജ്യൂസ് ഇട്ട് തരാൻ പോലും ആരുമില്ല. പിന്നെ ഞാൻ തന്നെ അടുക്കളയിൽ പോയിട്ട് ജ്യൂസ് ഇട്ട് കുടിക്കുമായിരുന്നു. ആ സാരമില്ല. അല്ല, അമ്മയുടെ മുഖം എന്താകെ വല്ലാതിരിക്കുന്നേ? നന്നായിട്ട് കരഞ്ഞതുപോലെ ഉണ്ടല്ലോ. അതെ മോളെ, അതെ, അമ്മ കരഞ്ഞു, ഒരുപാട് നേരം കരഞ്ഞു. എന്തിനാ അമ്മ കരഞ്ഞേ? വേറൊന്നിനുമല്ല, ഭഗവാന് മുൻപിൽ പോയി എൻ്റെ എല്ലാ വിഷമങ്ങളും ഇറക്കി വെച്ചതാ മോളെ. അവിടെ ചെന്നൊന്ന് പ്രാർത്ഥിച്ചപ്പോൾ മനസ്സ് പറഞ്ഞു, ദൈവത്തിൻ്റെ മുൻപിൽ എല്ലാം ഇറക്കി വെച്ചാൽ മനസ്സിനൊരു ശാന്തിയും സമാധാനവും കിട്ടുമെന്ന്. അതുകൊണ്ട് മാത്രം ഞാൻ അമ്പലത്തിൽ പോയി നിന്ന് പ്രാർത്ഥിച്ചത്. ഒരുപാട് നേരം കരഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷേ ഇപ്പോഴും മനസ്സിൽ ആ സങ്കടം അങ്ങ് വിട്ടുപോകുന്നില്ല മോളെ. കരഞ്ഞ് അമ്മയ്ക്ക് തീരെ വയ്യാതായി. ഞാൻ പറഞ്ഞില്ലേ, അമ്മയ്ക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. എന്താണെന്ന് പറ അമ്മേ. ഞാനറിയാത്ത ഒരു രഹസ്യവും അമ്മയ്ക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ രഹസ്യങ്ങളൊക്കെ അമ്മ രഹസ്യമായിട്ട് തന്നെ വെക്കുക. എന്താണെങ്കിലും എന്നോട് പറ അമ്മേ. ഇനി അങ്കിളും ആൻറ്റിയും ആ ചന്ദ്രസേനൻ എന്ന് പറയുന്നവനും തമ്മിൽ ഒന്നിച്ചത് സത്യമായിട്ടുമാണോ, ഇല്ലെങ്കിൽ അത് നാടകം കളിയാണോ? ഇനി അത് സത്യമായതുകൊണ്ടാണോ അമ്മയുടെ ഈ വിഷമം? ഒരിക്കലും ഇല്ല മോളെ, അവർ രണ്ടുപേരും ഒന്നിച്ചിട്ടൊന്നുമില്ല. പിന്നെ അവർ നിൽക്കുന്നത് മോളുടെ അച്ഛൻ്റെ വാക്ക് കേട്ടിട്ടാണെന്ന് എനിക്ക് മനസ്സിലായതാ. ഇനിയും അതിൻ്റെ പിന്നാലെ പോകണമെന്ന് അമ്മ പറഞ്ഞതല്ലേ, എന്നാൽ മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റൂ, കേട്ടല്ലോ എന്നൊക്കെ പറയുവാണ്. അത് കേട്ടതും പിന്നെ എന്താ അമ്മയുടെ വിഷമം? എന്താണെങ്കിലും അമ്മ പറ. ഒന്നുമില്ല മോളെ, അമ്മയ്ക്ക് ഒന്നുമില്ല, അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. എന്തായാലും അമ്മ കുറച്ചു നേരം മുറി പോയിരിക്കട്ടെ. അമ്മേ, എനിക്ക് തോന്നുന്നു അച്ഛനെയല്ല അമ്മയാണ് ഭ്രാന്താശുപത്രി കൊണ്ടുപോകേണ്ടതെന്നാ. കാരണം അതുപോലെ അമ്മ ഇപ്പോൾ കാണിക്കുന്നതും പെരുമാറുന്നതൊക്കെ. അതേ മോളെ, അധികം വൈകാതെ തന്നെ എന്നെ ഭ്രാന്താശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെ കൊണ്ടുപോകുമ്പോഴും ഞാൻ ചില കർമ്മങ്ങൾ ചെയ്യും. അതിനുശേഷം മാത്രമേ എന്നെ ഭ്രാന്താശുപത്രിയിലേക്ക് കൊണ്ടുപോകാവൂ. എന്തൊക്കെ അമ്മ ഈ പറയുന്നേ? അമ്മേ, വെറുതെ ബാക്കിയുള്ളവനെ കൂടെ സങ്കടപ്പെടുത്തരുത് കേട്ടോ. അമ്മ സന്തോഷിച്ചാലല്ലേ ഞങ്ങൾക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റും. അമ്മ ഇങ്ങനെ വിഷമിച്ചാലോ? എല്ലാം മോളുടെ അച്ഛൻ കാരണമാണ് മോളെ. അയാൾ ഒറ്റൊരുത്തൻ കാരണം അമ്മ ഇങ്ങനെ വിഷമിക്കുന്നത്. അതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞ് ഷാരി ഇങ്ങനെ കരയുക. ഈ സമയം സരി ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കും. ഈശ്വര, അമ്മയ്ക്കിത് എന്താ പറ്റിയേ? ഇവിടെ നിന്ന് പോകുമ്പോഴും കരഞ്ഞുകൊണ്ട് പോകുന്നു, വരുമ്പോഴും നിലവിളിച്ചുകൊണ്ട് വരുന്നു. എന്താ പറ്റിയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലല്ലേ മനസ്സിലാകൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സരയും ഇങ്ങനെ നിൽക്കുക. ഈ സമയം രാഹുലിനെയാണ് കാണിക്കുന്നത്. രാഹുൽ ആ കട്ടിലിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ മൊബൈലൊക്കെ നോക്കിക്കൊണ്ടുവന്നിട്ട് മൊബൈലിൽ കുത്തി ആരെയോ വിളിക്കാനായിട്ട് പോവുക. ഈ സമയം ഷാരി പതുക്കെ മുറിയിലേക്ക് ചെന്നു. എന്നിട്ട് രാഹുൽ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട ഷാരി അവിടെ ഇരിക്കുന്ന ഫ്ലവർ വേസ് പതുക്കെ അങ്ങോട്ട് എടുത്തു. അത് കയ്യിലെടുത്തതിന് ശേഷം പതുങ്ങി രാഹുലിൻ്റെ അടുത്തേക്ക് ചെന്നു. എൻ്റെ ജീവിതം തൊലച്ചിട്ട് എന്നെ ഇത്രയും നാളും കൂടെ നിർത്തിയിട്ട് അവസാനം ചതിച്ചു കളഞ്ഞ ദുഷ്ട, നീ ഇനി ജീവിച്ചിരിക്കേണ്ടടാ. എന്തായാലും നീ മരിക്കണം. അതെ, രൂപചന്ദ്രസേനനെ കൊന്നില്ലെങ്കിലും ഞാൻ നിന്നെ കൊല്ലുമെന്നുള്ള കാര്യം ഉറപ്പാ. അതുകൊണ്ട് നീ ഇനി ജീവിക്കേണ്ടടാ എന്നും പറഞ്ഞുകൊണ്ട് ഫ്ലവർ വേസ് ആഞ്ഞൊന്ന് തൂക്കി. അത് തൂക്കിയതും രാഹുൽ തിരിഞ്ഞു നോക്കുക. രാഹുൽ തിരിഞ്ഞു നോക്കലും അടിയും ഒരുമിച്ചായിപ്പോയി. രാഹുലിന് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. തലയും പൊത്തിപ്പിടിച്ച് രാഹുലിരുന്ന് ഭയങ്കര കരച്ചില്ല. അയ്യോ രക്ഷിക്കണേ, ചാകടോ ചാക്, താനൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ല. നിന്നെപ്പോലെ ഒരുത്തനൊന്നും ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാവാൻ പാടില്ല. നീയൊക്കെ ഈ ഭൂമിയുടെ ശാപമാടാ, ചാകടാ, ചത്ത് തൊലയ്ക്കടാ എന്നും പറയുവാണ്. അത് കേട്ടതും പേടിച്ച് വരച്ച് രാഹുൽ, എന്താ ശരി, എന്താ നിനക്ക് പറ്റിയത്? മിണ്ടിപ്പോകരുത് നീ. ചോര വാർന്ന് നീ മരിച്ചാലും എനിക്കൊരു സങ്കടവും ഇല്ല. ശരി, പലരും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അതിന് നീ ഇങ്ങനെ ചെയ്യരുത്. വേണ്ടത് പറഞ്ഞില്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഓരോന്ന് പറഞ്ഞ് എൻ്റെ മനസ്സ് മാറ്റാനാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ അത് ഈ ജന്മത്തിൽ നടക്കാൻ പോകുന്നില്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, എന്തൊക്കെ സംഭവിച്ചാലും ശരി, താൻ ചാകുന്നത് തന്നെയാണോ എനിക്കിഷ്ടം എന്നും പറഞ്ഞ് ശാരിങ്ങ നിൽക്കുമ്പോഴേക്കും ഒച്ച കേട്ട് സരി ഓടി വരിക. അയ്യോ, എന്താ അമ്മേ, എന്താ പ്രശ്നം? അയ്യോ, അച്ഛൻ്റെ തലേന്ന് ചോര വരുന്നുണ്ടല്ലോ, എന്താ ഇത്? അമ്മ എന്തിനാ അച്ഛനെ അടിച്ചേ എന്നും ചോദിക്കുകയാണ്. മോളെ, ഞാനിവിടെ കയറി വന്നതാ. അപ്പോഴേക്കും ഇയാളെൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് എന്നെ കൊല്ലാൻ നോക്കി മോളെ. അതുകൊണ്ടാണ് ഞാൻ ഫ്ലവർ വേസ് എടുത്ത് തലക്കിട്ടടിച്ചത്. ഇല്ല മോളെ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇവള് കള്ളം പറയുക. ഒരാളും ചെയ്തു എന്ന് പറയില്ലല്ലോ മോളെ. ഇയാളെന്നെ കൊല്ലാൻ വന്നു, അതിനുശേഷം ഞാൻ ഇയാളെ തല്ലിയത്. ഇല്ല, അച്ഛൻ അങ്ങനെ ചെയ്യില്ല. അമ്മയ്ക്കാണ് ഇപ്പോൾ തലയ്ക്ക് സുഖമില്ലാത്തത്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും താഴേന്ന് അമ്മ മുകളിലേക്ക് കയറി വരുമ്പോഴേ അമ്മയുടെ സമനില തെറ്റിയ അവസ്ഥയായിരുന്നു അമ്മയ്ക്ക്. അതുകൊണ്ട് ഉറപ്പായിട്ടും അച്ഛനൊന്നും ചെയ്യാതെയും പറയാൻ തന്നെ അമ്മയാണ് ഇതൊക്കെ ചെയ്തത്, എനിക്കറിയാം. അത് കേട്ടതും രാഹുൽ, അതേ മോളെ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല.
എന്തിനാ എൻ്റെ തലക്കിട്ടടിച്ചതെന്ന് എനിക്കറിയില്ല. ചാകടാ പന്നി, നീയൊന്നും ഒരിക്കലും ജീവിച്ചിരിക്കാൻ പാടില്ല. ഇത്രയും നാളും കൂടെ കഴിഞ്ഞവളെ വഞ്ചിച്ചവനാ നീ. അങ്ങനെയുള്ള നിനക്ക് ജീവിക്കാനുള്ള അർഹത പോലുമില്ല എന്നും മനസ്സിൽ വിചാരിക്കുക. അമ്മ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ? അച്ഛനെ പിടിക്ക്, ഹോസ്പിറ്റലിലേക്ക് പോവാം. ഇപ്പം തന്നെ രക്തം ഒരുപാട് വാർന്നു. ഇനിയും രക്തം പോയാൽ പിന്നെ അച്ഛനെ നമുക്ക് ജീവനോടെ തിരിച്ചു കിട്ടില്ല. ചാകട്ടെ ഈ പന്നി. ഇവനൊക്കെ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ഇവനെ പെട്ടെന്നൊന്നും ഹോസ്പിറ്റലിൽ എത്തിക്കരുത്. ഇവനൊക്കെ വേദനിച്ച് ചാകണം എന്നും മനസ്സിലാലോചിക്കണം. അമ്മയൊന്നും പിടിക്കാൻ. അമ്മ എന്താ ആലോചിക്കുന്നേ? എനിക്ക് എൻ്റെ അച്ഛനെ വേണം. അതേ, എൻ്റെ അച്ഛന് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, അമ്മയെ ഞാൻ പ്രാന്താശുപത്രി കൊണ്ടാക്കും. മോളെ ആക്ക്. അവിടെയെങ്കിലും അമ്മയ്ക്ക് സമാധാനത്തോടെ കഴിയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ശാരി ഇങ്ങനെ നിൽക്കുക. ഈ സമയം ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. രാഹുലിനെ ട്രിപ്പിട്ട് തലയിൽ കെട്ടൊക്കെ കെട്ടി കിടത്തിയിരിക്കുകയാണ്. അപ്പോൾ രാഹുലിന് ശാരിയോട് ചോദിക്കും, എൻ്റെ ശാരി, എന്നെ തല്ലിക്കൊല്ലാനും മാത്രം നിനക്ക് എന്ത് ദേഷ്യം എന്നോടുള്ളത്? ആ രൂപയും ചന്ദ്രസേനനും ഇല്ലെങ്കിൽ കിരണോ കല്യാണിയോ ഒക്കെ എന്തെങ്കിലും പറഞ്ഞെങ്കിലും അതൊന്നും നീ വിശ്വസിക്കണ്ട. രൂപ ചിലപ്പോൾ പറയുന്നത് ആത്മാർത്ഥമായിട്ടായിരിക്കില്ല. അവൾ ചന്ദ്രസേനനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കാം. എന്നാൽ ആ കിരണം കല്യാണിയൊക്കെ പറയുന്നത് നീ കണ്ണു അടച്ചങ്ങ് വിശ്വസിക്കരുത്. അവർ പലതും പറയും. ആ വാക്കുകളൊക്കെ വിശ്വസിച്ചിട്ടാണ് നീ എന്നെ വന്ന് തല്ലുന്നതെങ്കിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് ശാരി. ഇത്രയും നാൾ മൊത്തൊരുമയോടെ ഒരുമിച്ച് പോയിക്കൊണ്ടിരുന്നവരാ നമ്മൾ. ഭാര്യ ഭർത്താക്കന്മാരായാലും ഇങ്ങനെ വേണമെന്ന് ചിന്തിച്ചിട്ട് പോലും ഉണ്ട് ഞാൻ. എന്നിട്ടും നീ ഇപ്പോൾ കാണിച്ചത് ശരിയായോ ശാരി? അത് കേട്ടതും അത് അച്ഛൻ പറഞ്ഞത് ശരിയാമ്മേ. ഇതൊരു ഹോസ്പിറ്റലല്ല. ഈ ഹോസ്പിറ്റലിൽ സൈക്കാട്രിസ്റ്റ് ഉണ്ടാവും. അമ്മ പോയി ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കുന്നതായിരിക്കും നല്ലത്. എനിക്ക് ഏത് മരുന്ന് കഴിച്ചാലും ശരിയാവില്ല മോളെ. എന്നെ പ്രാന്താശുപത്രി കൊണ്ടിട്ടാലും ചങ്ങലക്കിട്ടാലും ഷോക്ക് അടിപ്പിച്ചാലും എൻ്റെ സമനില തെറ്റിയത് തന്നെയാണ്. ഇനി ഒരിക്കലും എൻ്റെ പഴയ സ്വഭാവം തിരിച്ചു കിട്ടില്ല. എല്ലാത്തിനും കാരണക്കാരൻ നിൻ്റെ അച്ഛനാ. നിൻ്റെ അച്ഛൻ ഒറ്റൊരുത്തൻ. അത് കേട്ടതും അതേടി ഞാനാ. നിങ്ങൾക്കൊക്കെ വേണ്ടി ജീവിച്ച് അവസാനം ഞാനിങ്ങനൊരു അവസ്ഥയിലാകുമെന്ന് ഞാൻ കരുതിയില്ലല്ലോ. എന്തായാലും ഞാനൊട്ടും പ്രതീക്ഷിക്കാത്തത് ഇതൊക്കെ. എൻ്റെ ശാരി, നീ എന്നെ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇനിയിപ്പോൾ ഞാനിങ്ങനെ നിങ്ങളോട് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് കാരണക്കാരൻ ഒരുത്തനാ. അത് കേട്ടത് സരയു, അച്ഛാ, ഇത്രയും നേരം ഞാൻ അമ്മയെ കുറ്റപ്പെടുത്തി അച്ഛനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്. അച്ഛനിങ്ങനെ ആവാൻ കാരണം ഒറ്റൊരുത്തനാണെന്ന് അച്ഛൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. എൻ്റെ മനുവേട്ടനെങ്ങനെയാണ് കുറ്റം പറയാൻ നാവ് പൊങ്ങുന്നതെങ്കിൽ അച്ഛനെ ഇവിടെ ഇട്ട് ഞാൻ തന്നെ കൊല്ലും. അതുകൊണ്ട് മര്യാദയ്ക്ക് മിണ്ടാതെ അവിടെ കിടന്നോളാം എന്നും പറഞ്ഞ് സരയു അങ്ങ് പോവുക. സരയു പോയി കഴിഞ്ഞും ശാരി, കേട്ടല്ലോ മോള് പറഞ്ഞത് കേട്ടല്ലോ. നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ എൻ്റെ മരുമോനിലേക്ക് ആക്കണ്ട. എൻ്റെ മരുമോനെ ശുദ്ധൻ. എന്നാൽ നിങ്ങളോ പേരും കള്ളൻ, പഠിച്ച കള്ളൻ. എന്തിനാ ശരി നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? സത്യം പറഞ്ഞാൽ നിനക്ക് മനോഹറിനെ കുറിച്ച് അറിയാൻ പാടില്ലഞ്ഞിട്ടാ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഒരക്ഷരം നിങ്ങൾ എൻ്റെ മരുമോനെക്കുറിച്ച് പറയരുത്. അങ്ങനെ പറഞ്ഞാൽ കഴിക്കാൻ തരുന്ന എന്തിലെങ്കിലും നിങ്ങളെ ഞാൻ വിഷം വെച്ച് കൊല്ലും. ഇനി നിങ്ങൾ ജീവിച്ചിരുന്നാലും ഇരുന്നില്ലെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല. മനസ്സിലായല്ലോ? അതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് മിണ്ടാതെ അടങ്ങി ഒതുങ്ങി ഈ ഹോസ്പിറ്റലിൽ കടന്നോളാം. ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും എന്നും പറഞ്ഞ് ശാരിയും വിരൽ ചൂണ്ടി സംസാരിക്കുക. സമയം രാഹുൽ ആലോചിക്കുകയാണ്, ഈശ്വര, ഇവർക്കൊക്കെ ഇത് എന്താ പറ്റിയേ? ഇവളെന്താ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? ഇനി ആ കിരൺ എന്തെങ്കിലും ഇവളോട് പറഞ്ഞ് മനസ്സിൽ വിഷം കുത്തി വെച്ചാ? അതുകൊണ്ടാണ് ഇവളിങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എന്തായാലും കണ്ടുപിടിച്ചേ മതിയാവും. ഭാഗ്യം ജീവൻ തിരിച്ചു കിട്ടി. ഇല്ലായിരുന്നെങ്കിൽ ഇന്നത്തോടെ എൻ്റെ എല്ലാ കഥയും കഴിഞ്ഞാനെ എന്നും ആലോചിച്ചുകൊണ്ട് രാഹുലും കിടക്കുവാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് മൂങ്ങയാണ്. മൂങ്ങ വീട്ടിലെത്തി. അപ്പോൾ സരയു ഇങ്ങനെ ചെല്ലുക മൂങ്ങയുടെ അടുത്തേക്ക്. എന്താ മോളെ, ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു. പിന്നെ ചെറിയൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. മാസം 10,000 രൂപ കൊടുക്കണം മോളെ. എന്ത് ചെയ്യാനാ? ഇന്നത്തെ കാലത്ത് 500 രൂപയ്ക്കോ 1000 രൂപയ്ക്കോ ഒന്നും ആരും വീട് തരില്ലല്ലോ. ചെറിയ വീടാ, സൗകര്യങ്ങളൊന്നും ഒട്ടും പോരാ. എന്നിട്ടും 5000 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് മുതൽ മോളുടെ വീട്ടിൽ പണിക്ക് വരാമെന്ന് കരുതി വന്നതാ. പിന്നെ ഹോസ്പിറ്റൽ ബില്ലൊക്കെ ആ കല്യാണിയെ കെട്ടിയത് ലക്ഷങ്ങൾ എന്തോ ചിലവായി. എന്തിനാ അവളെ കൊണ്ട് കെട്ടിച്ചത്? എന്നോട് പറയാറുന്നില്ലേ? മോളെ, അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടി വന്നു. മോളോട് എന്തിനാ ഞാൻ പറയുന്നത്? മോളെ എന്തിനാ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നത്? അതൊക്കെ അവൾ ചെയ്യട്ടെ. അവളുടെ അച്ഛനല്ലേ അത്. അപ്പം പിന്നെ അവളല്ലേ ചെയ്യേണ്ടത്. അല്ലെങ്കിലും നിങ്ങളെന്നോട് പറഞ്ഞാലും ഞാൻ ലക്ഷങ്ങൾ തരുമൊന്നുമില്ല. പിന്നെ എൻ്റെ ഒരു ഇതിന് വേണ്ടി ഞാൻ പറഞ്ഞേ ഉള്ളൂ എന്നും സരയു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക. മോളെ, ഞാൻ ഇന്നു മുതൽ ഇവിടെ നിന്നോട്ടെ. അത് ശരി. എന്തായാലും ഡിസ്ചാർജായി വന്ന സ്ഥിതിക്ക് പ്രകാശനെ ഒന്ന് കാണണ്ടേ? പ്രകാശൻ ഇപ്പോൾ എവിടെയുണ്ട്? പ്രകാശനോ? വയസ്സിന് മൂത്തവനാടി നിന്നേക്കാളും. പ്രകാശൻ ചേട്ടാന്ന് വിളിച്ചാലെങ്കിലും ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. എന്തൊരു മര്യാദ പോലും ഇല്ലാത്ത ചെറ്റ എന്ന് മൂങ്ങ മനസ്സിൽ പറയുക സരയുനെ. അല്ല, പ്രകാശൻ എവിടെയാ അമ്മൂമ്മേ? അത് കേട്ടതും അത് മോൻ ആ വീട്ടിലുണ്ട്. മോളങ്ങോട്ട് വരുന്നുണ്ടോ? ഞാൻ വരാം. കുറച്ച് നേരം നിങ്ങളവിടെ ഇരിക്കുക. ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. പിന്നെ ഇവിടെ ജോലിക്ക് നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല.
പിന്നെ അങ്ങനെ ജോലിക്ക് നിന്നാലും അപ്പുറത്തുള്ളവരോട് സ്നേഹവും കാണിച്ച് അങ്ങോട്ട് പോകരുത് കേട്ടല്ലോ. ഏയ് ഞാൻ പോകത്തൊന്നുമില്ല. ജോലിയും ചോദിച്ച് ചെന്ന് എന്നെ ആട്ടിപ്പായിച്ചവരാ, അവരുടെ അടുത്തേക്ക് ഞാൻ പോകുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഇനി എങ്ങാനും അങ്ങനെ പോകണമെന്ന് തോന്നിയാ പിന്നെ നിങ്ങൾ ഈ പടിയുടെ പുറത്തായിരിക്കും. ഇല്ല മോളെ, ഞാൻ അങ്ങനെയൊന്നും പോകില്ല എന്നൊക്കെ പറഞ്ഞ് മൂങ്ങ വാക്ക് കൊടുക്കുക. എന്നാൽ നിങ്ങളിവിടെ ഇരിക്കുക, ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് സരയു ഡ്രസ്സ് മാറാനായിട്ട് പോവുക. സരയു പോയി കഴിഞ്ഞതും മൂങ്ങ ചുറ്റും നോക്കുക, ഇവിടെ ആരും കാണുന്നില്ലല്ലോ പിശാചുകൾ എന്നും പറഞ്ഞുകൊണ്ട്. ഈ സമയം പിന്നീട് പ്രകാശനെയാണ് കാണിക്കുന്നത്. പ്രകാശനാണെങ്കിൽ കട്ടക്കലിപ്പിലിരിക്കുക. എങ്ങനെയെങ്കിലും എൻ്റെ മോനെ ജയിലിൽ നിന്ന് ഇറക്കണം, ആ കല്യാണി എന്ന് പറഞ്ഞവളെ തകർക്കണം, എന്നെ ഹോസ്പിറ്റലിലും നാട്ടുകാരുടെ മുൻപിലും ഒക്കെ നാണം കെടുത്തിയവൾ, അവൾ ഒറ്റൊരുത്തിയ, അവൾ കാരണമാണ് എനിക്കിങ്ങനൊരു അവസ്ഥ ഉണ്ടാകുന്നത്. എന്തായാലും ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റാത്തതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മൂങ്ങയും സരയും കൂടെ വരിക. എന്നാ പ്രകാശ, ഇത് കുറച്ച് ഫ്രൂട്ട്സാ എന്നും പറയണം. അയ്യോ മോളെ, ഇതൊന്നും വേണ്ടായിരുന്നല്ലോ, എന്തിനാ ഇതൊക്കെ മേടിച്ചത്? അസുഖം പിടിച്ച് കിടക്കുമല്ലേ, ആ സമയത്ത് ഇതൊക്കെ കൊണ്ടുവരണമല്ലോ. പിന്നെ പ്രകാശ, നമ്മൾ രണ്ടുപേരും ഇപ്പോൾ തുല്യ ദുഃഖിതരാ. കല്യാണിയെക്കുറിച്ച് ഓർത്ത് പ്രകാശൻ നന്നായിട്ട് വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം പ്രകാശൻ ജീവന് തുല്യം സ്നേഹിച്ച പ്രകാശൻ്റെ മോനിന്ന് ജയിലില്ല. പിന്നെ അവൻ കല്യാണിയെ പറഞ്ഞിട്ടും കാര്യമില്ല, അവൻ തെറ്റ് ചെയ്തത് നമുക്കറിയില്ലായിരുന്നല്ലോ. പക്ഷെ അത് മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കായിരുന്നു. അവനത് ചെയ്തുമില്ല. ഇനിയിപ്പോൾ എന്ത് പറയാനാ, അനുഭവിച്ചല്ലേ പറ്റൂ. അതേ മോള് പറഞ്ഞത് സത്യം. എൻ്റെ മോൻ എപ്പോൾ ഇനി ജയിലിൽ നിന്ന് ഇറങ്ങുമെന്ന് അറിയില്ല. 14 ദിവസമെന്ന് റിമാൻഡ് പറഞ്ഞിരിക്കുന്നത്. ആ 14 ദിവസം കഴിഞ്ഞ് അവൻ പുറത്ത് വരുമെന്ന് പോലും അറിയില്ല. എന്ത് ചെയ്യാനാ, എല്ലാത്തിനും കാരണക്കാരി അവൾ ഒറ്റൊരുത്തി, ആ കല്യാണി. പണത്തിൻ്റെ അഹങ്കാരം അവൾക്ക്. അതുകൊണ്ട് തന്നെ അവളെ ഒരിക്കലും എനിക്ക് അങ്ങോട്ട് സ്നേഹിക്കാൻ പോലും കഴിയില്ല മോളെ. അത് വേണ്ടെന്നാണ് ഞാൻ പറയുന്നത് പ്രകാശ. എന്തായാലും ഇനി അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പാടില്ല. ആ കല്യാണി എന്ന് പറയുന്നവൾ തീരണം. അവൾക്ക് ഈ ജന്മം ഒരു സമാധാനവും കൊടുക്കരുത്. എന്താ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടും ഞാൻ ഈ ബെഡിൽ നിന്ന് എഴുന്നേറ്റോട്ടെ, അതിനുശേഷം ആ കല്യാണി ജീവിച്ചിരിക്കണോ വേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കും. അവൾ ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവില്ല. അവളെ കൊല്ലുന്നത് വരെ ഞാൻ വെട്ടി നുറുക്കിക്കൊണ്ടേയിരിക്കും. അതുപോലൊരവസ്ഥയാണ് എനിക്കുണ്ടായത്. എൻ്റെ മകനെ ജയിലിലാക്കിയവൾ, എൻ്റെ മകനെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ ശ്രമിച്ചവൾ, അവൾ ഒരിക്കലും ഈ ലോകത്ത് ജീവിച്ചിരുന്നുകൂടാ മോളെ. അതുകൊണ്ട് അവളെ ഞാൻ കൊന്നേ മതിയാകൂ എന്നും പറയുക. എന്നാൽ ശരി പ്രകാശ, അമ്മ നാളെ മുതൽ അങ്ങ് പോരെ. ശരി മോളെ എന്നും പറഞ്ഞുകൊണ്ട് സരയും അങ്ങ് പോവുക. സരയിൽ പോയി കഴിഞ്ഞതും പ്രകാശൻ ദേഷ്യപ്പെട്ട് നിന്ന് വിറക്കുക. എടാ മോനെ, നീ ഇങ്ങനെ വിറക്കുകയൊന്നും ചെയ്യലേടാ, അമ്മയ്ക്ക് പേടിയാവുന്നു, എന്തെങ്കിലും അസുഖം കൂടിയാലോ? അമ്മേ, ഇത് സരയു പറഞ്ഞുകൊണ്ടുള്ള വിറക്കലൊന്നും അല്ല. ആ കല്യാണിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ കയ്യും കാലും അങ്ങോട്ട് വിറയ്ക്കുക. ഉറപ്പായിട്ടും അത് പേടിച്ചിട്ടല്ല, അവളെ കൊല്ലാൻ വേണ്ടിയുള്ള വിറക്കലായത്. ഇന്ന് ഞാൻ വിറക്കുവാണെങ്കിൽ നാളെ എൻ്റെ കത്തിക്ക് കീഴെ കിടന്ന് അവളും വിറയ്ക്കും. പെടഞ്ഞ് അവൾ ചാകും. അതെനിക്ക് കാണണം അമ്മേ. മോനെ, നീ ഇപ്പം ഇങ്ങനെ ദേഷ്യവും വാശിയും കാണിക്കാതെ. നിനക്ക് എന്തെങ്കിലും അസുഖമാവും? ഇല്ല, എനിക്ക് ഒരസുഖവും വരില്ല. അങ്ങനെ വന്നാൽ അവളെ ഞാൻ തീർത്തിട്ടേ ഞാൻ ചാകൂ. തോപ്പിച്ച് കളഞ്ഞമ്മേ അവളെന്നെ. അതുകൊണ്ട് അവളിനി ഈ ലോകത്ത് ഒരിക്കലും ജീവിച്ചിരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുക. ഇതെല്ലാം കണ്ടപ്പോൾ മൂങ്ങയ്ക്ക് നല്ല പേടിയുമായി. ഈ സമയം പിന്നീട് കാണിക്കുന്ന സരയുനെയാണ്. സരയുവാണെങ്കിൽ മനോഹറിനെ ഫോൺ വിളിക്കുക. വീട്ടിൽ നടന്ന കാര്യങ്ങളും മൂങ്ങയുടെ കാര്യങ്ങളും ഒക്കെ പറയാൻ വേണ്ടിയാണ് സരയു ഫോൺ വിളിക്കുന്നത്. പക്ഷെ എത്ര വിളിച്ചിട്ടും മനോഹർ ഫോൺ എടുക്കുന്നില്ല. ഈ മനുവേട്ടൻ ഇത് എവിടെയാണ് പോയത്? ഞാൻ എന്തോരം നേരമായി വിളിക്കുന്നു, ഈ മനുവേട്ടൻ എന്താ ഫോൺ എടുക്കാത്തത്? എൻ്റെ കോള് കണ്ട എടുക്കേണ്ടതാണല്ലോ, ഇതിപ്പോൾ ഫോൺ കണ്ടാൽ ഉടനെ അവോയ്ഡ് ചെയ്യുന്ന അവസ്ഥയാണല്ലോ. ഈശ്വര, മനുവേട്ടൻ എന്തെങ്കിലും പറ്റിയോ? അങ്ങനെയൊന്നും സാധ്യതയില്ല. ചിലപ്പോൾ ബിസിനസ് മീറ്റിങ്ങിൽ വല്ലതും ആയിരിക്കും. പറഞ്ഞല്ലോ, ബിസിനസ് മീറ്റിങ്ങിലാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കുമെന്ന്. അതുകൊണ്ട് ചിലപ്പോൾ അതായിരിക്കും. എന്തായാലും വരട്ടെ, വന്നു കഴിയുമ്പോൾ സംസാരിക്കാം എന്നും പറഞ്ഞ് സരയു ഫോൺ കട്ട് ചെയ്യുക. ഈ സമയം മനോഹറിനെയാണ് കാണിക്കുന്നത്. അത് നിഷയുടെ വീട്ടിൽ ചായയും കുടിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും എൻ്റെ പിന്നാലെ ഒരുപാട് പെണ്ണുങ്ങൾ ചുറ്റിയതാണ്. പക്ഷേ എനിക്കതൊന്നും അങ്ങോട്ട് ബോധിച്ചില്ല. ഓൺലൈനൊക്കെയുള്ള കാലമാണേ. ഓൺലൈൻ വഴിയൊക്കെ കുറേ പെൺകുട്ടികൾ എന്നോട് ഹായെന്നും കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും ഒക്കെ പറഞ്ഞു. പക്ഷേ ഞാനതിനെക്കുറിച്ചൊന്നും നോക്കിയിട്ടില്ല. എനിക്ക് ഈ ഓൺലൈനൊന്നും അത്ര ഇഷ്ടമില്ല. പിന്നാലെ വരുന്ന പെൺകുട്ടികളെയും ഇഷ്ടമില്ല. ഞാൻ എന്നെ സ്നേഹിക്കുന്ന എനിക്ക് വേണ്ടി ദൈവവരുത്തിയെ കണ്ടുവച്ചിട്ടുണ്ടാവും, അവളായിരിക്കും എൻ്റെ ഭാര്യ എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ച് കിടന്നു. പക്ഷേ അത് ഇത്രയേ സുന്ദരിയായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. എൻ്റെ നിഷ ഭയങ്കര സുന്ദരി എന്നൊക്കെ പറയുന്നത് കേട്ടത് നിഷയ്ക്ക് നാണം വന്നിട്ട് ഒരു രക്ഷയുമില്ല. ഈ സമയം എന്ത് ചെയ്യാനാ മോനെ, എനിക്ക് 2 മക്കളാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ. അതിൽ മൂത്ത മകൾ ഞങ്ങളുടെ മുഖത്ത് കരി വാരി തേച്ചിട്ടാണ് പോയത്. ഏതോ ഒരുത്തനെ സ്നേഹിച്ച്
അവസാനം അവൻ്റെ കൂടെ ഓടിപ്പോയി. എന്നിട്ട് ഞങ്ങളെയൊക്കെ ഒരുപാട് വിഷമിപ്പിച്ചു എന്ന എൻ്റെ ഇളയ മോളിലാണ് ഞങ്ങളുടെയൊക്കെ ഒരു പ്രതീക്ഷ. അവൾ സന്തോഷത്തോടെ കല്യാണം കഴിഞ്ഞ് പോയാൽ മൂത്തവൾ ഉണ്ടാക്കി വെച്ച ബാധ്യതയും പിന്നെ സങ്കടമൊക്കെ അങ്ങ് തീരും മോനെ. സാരമില്ല, എല്ലാം ശരിയാവും. അവളുടെ വയറ്റിലിപ്പോൾ ഒരു കുഞ്ഞുണ്ട്. ഇതൊക്കെ എന്തിനാ ഇപ്പം മോനോട് പറയുന്നേ? അതെ, പറയാതിരിക്കുന്നതാ നല്ലത്. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടം വരും. പിന്നെ എന്ത് ചെയ്യാനാമേ? പിന്നെ ആ പെൺകുട്ടി ഓടിപ്പോകുമ്പോൾ ആ കുട്ടിക്ക് അറിയില്ലല്ലോ ആ കുട്ടിയുടെ ജീവിതം ഇങ്ങനെ ആവുമെന്നും അച്ഛനില്ലാത്ത കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വരുമെന്നൊക്കെ. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമായി നടക്കുന്ന കാര്യമല്ല അമ്മേ. അത് ശരിയാ മോൻ പറഞ്ഞത്. എന്നിട്ട് നിഷയുടെ അമ്മ നിഷയോട്, അതെ നീ കണ്ടുപിടിച്ച ചെറുക്കനെ സൂപ്പർ പയ്യനാ. ഇതുപോലൊരു പയ്യനെ മഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടില്ല. മുറുക്കെ പിടിച്ചോ, പിടിവിടാതെ എന്നും. അത് കേട്ടതും നിഷ നാണത്തോടെ മനോഹറിനെ നോക്കുകയാണ്. അപ്പം മനോഹർ, വീണു മോനെ, ഈ മനുവിൻ്റെ വലയിൽ നമ്മുടെ നിഷ മോളും വീണു എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. അതേ പ്രേക്ഷകരെ, ഇനി വരാൻ പോകുന്നത് അത്യുഗ്രൻ വിശേഷങ്ങളാണ്. പ്രകാശൻ കല്യാണിയെ കൊല്ലാൻ പോവുകയാണ്. എന്നാൽ അവിടെ പ്രകാശൻ്റെ മനസ്സ് മാറി എന്തെങ്കിലും ഒരു മിറാക്കൾ സംഭവിക്കുമെന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.